ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും റാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ചെയ്യാമെന്ന് കാണിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കപ്പിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കപ്പ് നിറയുന്നത് വരെയും നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറും മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു ബൗളിലേക്ക് 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ചെറുതായി ഒന്ന് പതഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര 2-3 തവണയായിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നല്ലതുപോലെ പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ പാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ബാറ്റർ ഇവിടെ നല്ലതായി മിക്സായി വന്നിട്ടുണ്ട്. അവസാനമായി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബാറ്റർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുക്കർ വാങ്ങിക്കുമ്പോൾ അകത്ത് വെക്കാൻ കിട്ടുന്ന ഒരു പാത്രമില്ലേ, അപ്പോൾ ആ പാത്രത്തിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 8 ഇഞ്ച് വലിപ്പമുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു പാത്രം പ്രീഹീറ്റ് ചെയ്യാനായി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് മണലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടൊരു റിങ്ങും വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായി വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 35 മിനിറ്റ് സമയമാകുമ്പോഴേക്കും കറക്റ്റായിട്ട് ബേക്കായി കിട്ടുന്നുണ്ട്. കുത്തി നോക്കുന്ന സമയത്ത് ഒട്ടും തന്നെ പറ്റി പിടിച്ചിട്ടില്ല. ഇനി നമുക്കിത് തണുക്കാനായി മാറ്റി വയ്ക്കാം. കേക്ക് തണുത്ത് വന്നതിന് ശേഷം സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുത്തിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ബട്ടർ പേപ്പറൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കേക്ക് ഒന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡർ കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നീട് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഈ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിന് മുന്നിട്ട് നിൽക്കുന്നത് ഈ ബൂസ്റ്റിൻ്റെ ടേസ്റ്റാണ്. അപ്പം കേക്ക് തയ്യാറാക്കുന്ന സമയത്തും അതിലേക്കും അല്പം ബൂസ്റ്റിൻ്റെ പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ക്രീമൊക്കെ ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കോഫി പൗഡറും പിന്നീട് 2 ചെറിയ പാക്കറ്റ് ബൂസ്റ്റിൻ്റെ പൗഡറില്ലേ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി കേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെയറിലേക്കായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രലൈൻ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട്സ് കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇടിയല്ല് വെച്ചിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുകയാണ്. ഈ പ്രലൈൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നല്ല ചൂടായ പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പഞ്ചസാര മെൽറ്റായി വരുന്നത് കാണാം. മെൽറ്റായി തുടങ്ങിയതിന് ശേഷം മാത്രം സൈഡിൽ നിന്നൊക്കെ പഞ്ചസാര ഇങ്ങ് നടുവിലേക്കാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കേണ്ടത്. ഒത്തിരി അങ്ങ് ഡാർക്ക് കളർ ആവാൻ നിൽക്കാതെ ഇതുപോലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ സാൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ 1 നുള്ള് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തേക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ നട്ട്സ് ഇല്ലേ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് എല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി വേഗം തന്നെ ബട്ടർ തടവിയ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. ഇനി കേക്കിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഈ ചോക്ലേറ്റ് നല്ലതുപോലെ മെൽറ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ സമയം കൊണ്ട് തന്നെ ഈ പ്രലൈൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ചെറുതായി ഇടികല്ല് വെച്ചൊന്ന് ഇടിച്ചെടുക്കണം. കേക്കിന് ആവശ്യമായിട്ടുള്ളതെല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. ഞാൻ 3 ലെയറായിട്ട് ഇവിടെ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിലേക്ക് ആദ്യം തന്നെ അല്പം വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പാലിൻ്റെ മിക്സ് കൊണ്ട് നമുക്കിതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ക്രീമിൻ്റെ മുകളിലായിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായി നമുക്ക് നേരത്തെ ഇടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പ്രലൈൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള 2 ലെയർ കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. അവസാനത്തെ ലെയറും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം കൊണ്ട് മൊത്തത്തിലൊന്ന് ക്രം കോട്ടിങ് ചെയ്തിട്ട് 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ കോട്ടിങ് കൂടി ചെയ്ത് കൊടുക്കാം.
ഇതിനകത്ത് ഞാൻ ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതുപോലെ രണ്ട് ഭാഗത്തും കേക്കിൻ്റെ മുകളിലായിട്ടൊന്ന് ട്രയാങ്കിൾ വരച്ചു കൊടുത്തതിന് ശേഷം പ്രലയം കൊണ്ട് ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. മറ്റേ ഭാഗത്ത് ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നീട് കുറച്ച് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിലേക്കായിട്ട് പ്രലയൻ പൊടിച്ചതും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് കഴിക്കുന്ന സമയത്ത് ഈ പ്രലയൻ കടിക്കുന്നതും അതുപോലെ ഈ ബൂസ്റ്റിൻ്റെ ഫ്ലേവറും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ കൂടി ചേർന്നുള്ള ആ ടേസ്റ്റ് വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.